മമതയ്ക്ക് തിരിച്ചടി. ബംഗാളിലെ രാഷ്ട്രീയ നാടകത്തിന് മറുപടിയുമായി സുപ്രീം കോടതി. കൊൽക്കത്ത പോലീസ് കമ്മീഷണർ രാജീവ് കുമാർ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം. രാജീവ് കുമാറിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. സിബിഐ നൽകിയ കോടതിയലക്ഷ്യ ഹർജികളിൽ ചീഫ് സെക്രട്ടറിക്കും ഡിജിപിക്കും കമ്മീഷണർക്കും നോട്ടീസ് അയച്ചു. രാജീവ് കുമാറിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. ചിട്ടിതട്ടിപ്പ് കേസിൽ കൊൽക്കത്ത പോലീസ് കമ്മീഷണർ രാജീവ് കുമാറിനെ സിബിഐ ചോദ്യം ചെയ്യാൻ ശ്രമിച്ചതിനെ തുടർന്നുണ്ടായ വിവാദങ്ങൾക്ക് താൽക്കാലിക വിരാമം ഇട്ടുകൊണ്ടാണ് സുപ്രീം കോടതി വിധി. രാജീവ് കുമാർ ചോദ്യം ചെയ്യലിന് സിബിഐക്ക് മുൻപാകെ ഹാജരാകണം. कोर्ट ने ये उचित समझा कि राजीव कुमार जी सीबीआई के सामने जो इन्वेस्टिगेटिव एजेंसी है उनसे कोऑपरेशन दे, पूर्ण रूप से कोऑपरेट करें. साथ साथ ये स्पष्ट किया कि उनके खिलाफ कोई ऐसी कार्रवाई ना हो जिसे कोर्सिव स्टेप कहा जाए. ചോദ്യം ചെയ്യലിനെത്തിയ ഉദ്യോഗസ്ഥരെ തടസ്സപ്പെടുത്തിയതിന് സംസ്ഥാന ചീഫ് സെക്രട്ടറി, ഡിജിപി, പോലീസ് കമ്മീഷണർ എന്നിവർക്കെതിരെ സിബിഐ നൽകിയ കോടതിയലക്ഷ്യ ഹർജിയിൽ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് നോട്ടീസ് അയച്ചു. ഫെബ്രുവരി 18-നകം മറുപടി നൽകണം. അന്വേഷണം അട്ടിമറിക്കാൻ രാജീവ് കുമാർ ശ്രമിച്ചുവെന്നതിന് സിബിഐ ഹാജരാക്കിയ തെളിവുകൾ പരിഗണിച്ചാണ് ഉത്തരവ്. പ്രധാന തെളിവായ ലാപ്ടോപ്പുകളും മൊബൈൽ ഫോണുകളും രാജീവ് കുമാർ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചില്ലെന്നും കോൾ റെക്കോർഡുകൾ ഡിലീറ്റ് ചെയ്തെന്നുമാണ് വാദം. കോടതി ഇടപെടലിന് പിന്നാലെ രാജീവ് കുമാറിനെതിരെ അച്ചടക്ക നടപടി ആവശ്യപ്പെട്ട് ആഭ്യന്തര മന്ത്രാലയം ബംഗാൾ ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകി. മുഖ്യമന്ത്രിക്കൊപ്പം ധർണയിരുന്ന കമ്മീഷണറുടെ നടപടി അഖിലേന്ത്യാ സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് കാട്ടിയാണ് നടപടി നിർദ്ദേശം. അന്വേഷണവുമായി സഹകരിക്കാതിരുന്ന ഉദ്യോഗസ്ഥനെ ഹാജരാക്കാനായത് വിജയമായി സിബിഐയും കേന്ദ്ര സർക്കാരും അവകാശപ്പെടുന്നു. എന്നാൽ രാജീവ് കുമാറിന്റെ അറസ്റ്റ് വിലക്കിയത് വിജയമെന്ന് മമതയും. സുപ്രീം കോടതിയിൽ നിന്നും ക്യാമറാമാൻ കെ.പി. ധനേഷിനൊപ്പം എം. ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18. അഴിമതി കേസിൽ തിരിച്ചടി, രാഷ്ട്രീയ പോരാട്ടത്തിൽ നേട്ടം. ഇതാണ് ചിട്ടി ഫണ്ട് കുംഭകോണവുമായി ബന്ധപ്പെട്ട് കൊൽക്കത്തയിൽ മമതാ ബാനർജി നടത്തിയ നാടകത്തിന്റെ ഫലം. മമതയുടെ വലം കൈയായി തുടരുന്ന കൊൽക്കത്ത പോലീസ് കമ്മീഷനെ ചോദ്യം ചെയ്യാൻ സുപ്രീം കോടതി അവസരമൊരുക്കിയത് സിബിഐക്കും കേന്ദ്ര സർക്കാരിനും ആശ്വാസമായി. ചിട്ടിതട്ടിപ്പ് കേസിൽ കൊൽക്കത്ത പോലീസ് കമ്മീഷണറെ ചോദ്യം ചെയ്യാനുള്ള സിബിഐയുടെ ശ്രമം തെരുവിൽ തടയാൻ സാധിച്ചെങ്കിലും കോടതിയിൽ വിലപ്പോവില്ലെന്ന് മമതാ ബാനർജിക്കും വ്യക്തമായിരുന്നു. തന്റെ പോരാട്ടം അന്വേഷണത്തിനെതിരെയല്ലെന്ന് കഴിഞ്ഞ ദിവസം തന്നെ മമതാ ബാനർജി പ്രഖ്യാപിച്ചതും ഈ തിരിച്ചറിവിന്റെ ഭാഗമായി തന്നെയാണ്. ഇതറിഞ്ഞിട്ടും തെരുവിലിറങ്ങിയത് തന്റെ പോരാട്ടം ബംഗാളിന്റെ പോരാട്ടമാക്കുക, അത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രതിപക്ഷത്തിന്റെ പോരാട്ടമാക്കുക എന്ന ലക്ഷ്യങ്ങളോടെയായിരുന്നു. ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ മമതാ ബാനർജി വിജയിച്ചു. Victory of democracy, victory of constitution and victory of all my forces including central and state forces. അതേസമയം കൊൽക്കത്ത പോലീസ് കമ്മീഷണറോട് അന്വേഷണത്തിന് ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചത് അഴിമതി കേസിൽ മമതാ ബാനർജിക്ക് തിരിച്ചടി തന്നെയാണ്. Today this investigation must be done in a fair manner. Let us not politicize it. Today is a great moral victory of the CBI. അതിലും വലിയ തിരിച്ചടിയാണ് ചോദ്യം ചെയ്യൽ ഷില്ലോങ്ങിലേക്ക് മാറ്റിയത്. സിബിഐ നിർദ്ദേശിക്കുന്ന ദിവസം കൊൽക്കത്ത പോലീസ് കമ്മീഷണർ ഹാജരാകണം. അവർക്ക് ആവശ്യമായ സമയമെടുത്ത് ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കാം. ഒരു രാഷ്ട്രീയ പിന്തുണയ്ക്കും നാടകത്തിനും അവസരമുണ്ടാകില്ല. ചോദ്യം ചെയ്യലിനിടെ കടുത്ത മുറകൾ സ്വീകരിക്കുന്നതിനുള്ള തടസ്സമാണ് ഇക്കാര്യത്തിൽ ഏക ആശ്വാസം. TJ ശ്രീലാൽ, ന്യൂസ് 18. അസം പൌരത്വ രജിസ്റ്റർ നടപടികൾ വൈകിപ്പിക്കുന്നതിൽ കേന്ദ്രത്തെ വിമർശിച്ച സുപ്രീംകോടതി. രജിസ്റ്ററുമായി ബന്ധപ്പെട്ട നടപടികൾ വൈകിപ്പിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ശ്രമിക്കുന്നതായി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. വേണ്ടിവന്നാൽ ആഭ്യന്തര സെക്രട്ടറിയെ വിളിച്ചുവരുത്തുമെന്നും കേന്ദ്ര സമീപനം വേദനിപ്പിക്കുന്നതാണെന്നും കോടതി പറഞ്ഞു. സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന പരാതിയിൽ മന്ത്രി ജി സുധാകരനെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവിട്ടു. മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം നൽകിയ പരാതിയിൽ അമ്പലപ്പുഴ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ കോടതിയുടേതാണ് ഉത്തരവ്. മാർച്ച് 29-ന് മന്ത്രി കോടതിയിൽ ഹാജരാകും. ജി സുധാകരൻ സഹകരണ ദേവസ്വം മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന തോട്ടപ്പള്ളി സ്വദേശിനി നൽകിയ പരാതിയിലാണ് കേസെടുക്കാൻ കോടതി ഉത്തരവിട്ടത്. 2016 ഫെബ്രുവരി 28-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. തോട്ടപ്പള്ളിയിൽ നടന്ന റോഡ് നിർമ്മാണ ഉദ്ഘാടന വേദിയിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ പ്രസംഗിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കേസ്. മുൻ CPM ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായ സ്ത്രീയുടെ പരാതിയിൽ അമ്പലപ്പുഴ പോലീസ് കേസെടുത്തു. പാർട്ടിയിൽ പരാതി കൊടുത്തു, യാതൊരു നടപടിയില്ല. പോലീസ് സ്റ്റേഷനിൽ വന്ന് പരാതി കൊടുത്തു, അല്ല അന്വേഷിച്ച് എഫ്ഐആർ, ഒരു നടപടിയില്ല. പിന്നീട് എഫ്ഐആർ നടപടിയൊന്നുമില്ല. ആദ്യം ന്യായാലയം കോടതി കേസ് പരിഗണിച്ചെങ്കിലും വകുപ്പ് 509 പ്രകാരമുള്ള കേസായതിനാൽ പിന്നീട് അമ്പലപ്പുഴ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് കൈമാറി. വിഭാഗീയ പ്രശ്നങ്ങളാണ് മന്ത്രിയുടെ മോശം പെരുമാറ്റത്തിന് കാരണമെന്ന് മുൻ CPM ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ സാലി വ്യക്തമാക്കുന്നു.
ഇന്ത്യൻ ശിക്ഷാ നിയമം 509 വകുപ്പ് പ്രകാരം കേസെടുക്കാൻ ഉത്തരവിട്ട കോടതി മാർച്ച് 29 മന്ത്രി ഹാജരാകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 ആലപ്പുഴ. വിധി പറയാനിരുന്ന കേസ് പിൻവലിച്ച മുൻ മന്ത്രി തോമസ് ചാണ്ടിക്കും കുടുംബാംഗങ്ങൾക്കും 1,4 ലക്ഷം രൂപ വീതം പിഴയിട്ട് ഹൈക്കോടതി. നിലം നികത്തി റോഡ് നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട വിജിലൻസ് എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി പിൻവലിച്ചതിനെ തുടർന്നാണ് ഉത്തരവ്. പിഴയടച്ച് ഹർജി പിൻവലിക്കാൻ കോടതി അനുവദിച്ചു. തുറന്നടിച്ച് തച്ചങ്കരി. ഒന്നര വർഷം കൂടി കിട്ടിയിരുന്നുവെങ്കിൽ KSRTCയുടെ മുഴുവൻ കടങ്ങളും തീർക്കാൻ തനിക്ക് കഴിയുമായിരുന്നുവെന്ന് മുൻ MD ടോമി തച്ചങ്കരി. വഴങ്ങാത്ത മേലധികാരിയെ സ്വാധീനം ഉപയോഗിച്ച് നിൽക്കുന്ന വൻ സാമ്പത്തിക ശക്തികളാണ് KSRTCയിലെ യൂണിയനുകളെന്നും തച്ചങ്കരി പറഞ്ഞു. ന്യൂസ് 18 കേരളത്തിന്റെ വരികൾക്കിടയിൽ പരിപാടിയിൽ മനസ്സ് തുറന്ന ടോമിൻ തച്ചങ്കരി KSRTCയിലെ തന്റെ കസേര നഷ്ടമായതിലുള്ള നിരാശ മറച്ചുവെച്ചില്ല. 10,500 ബസ്സുകളുമായി ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് ഈ ഗ്രാമീണ മേഖല മൊത്തം അങ്ങ് കലക്കാൻ വെച്ചു. ഇവിടെ ലാഭം ഉണ്ടായാലും അവിടെ കോസ്റ്റ് കിട്ടിയാൽ മതി. അപ്പോൾ അവരുടെ ഒരു ഗുഡ് വില്ല് കിട്ടാനുള്ള ഒരു ഭയങ്കരമായ ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ആ വിഡ്രോ ചെയ്യപ്പെട്ട ബസ്സുകളുടെ സ്ഥാനത്ത് അതിൻ്റെ ഇരട്ടിയായിട്ട് അവർക്ക് തിരിച്ചു കൊടുക്കുക. അതെനിക്ക് കഴിയാത്തത് എനിക്ക് വിഷമമുണ്ട്. 1.5 വർഷം കൂടി കിട്ടിയിരുന്നെങ്കിൽ KSRTCയുടെ 700 കോടി രൂപയുടെ കടം തീർക്കാൻ തനിക്ക് കഴിയുമായിരുന്നു. KSRTCയെ ലാഭത്തിലാക്കാന്ന് മാത്രമല്ല പഴയ കടങ്ങളൊക്കെ തീർക്കാനും കഴിഞ്ഞേനെ. TDS അടയ്ക്കാതിരിക്കുക, ആൾക്കാർക്ക് കൊടുക്കാനുള്ള പൈസ, സപ്ലൈസ് എന്നുള്ളത് എല്ലാം കൂടെ കൂടി. അപ്പോൾ ഓരോ മാസമായിട്ട് കുറച്ച് പൈസ കൊടുക്കാനും കഴിഞ്ഞേനെ. താൻ എന്തൊക്കെ ചെയ്തിരുന്നെങ്കിലും യൂണിയൻ നേതാക്കൾ അതിനെയെല്ലാം എതിർത്തു. അവരെ ഞാൻ എന്ത് ചെയ്താലും അതിനെ എതിർക്കുമായിരുന്നു. അതായിരുന്നല്ലോ ഒരു പ്രധാന കാരണവും. ഇതിനകത്ത് ഏതാ ശരി ഏതാ തെറ്റെന്ന് പറയേണ്ട ഒരു സെഗ്മെന്റാണ് ഗവൺമെന്റ്. KSRTC നഷ്ടത്തിലാണെങ്കിലും അവിടുത്തെ തൊഴിലാളി സംഘടനകൾ ലാഭത്തിലാണ്. വഴങ്ങുന്നയാളല്ല മേലധികാരിയെങ്കിൽ യൂണിയനുകൾ കുപ്രചരണം തുടങ്ങും. പിന്നെ സ്വാധീനം ഉപയോഗിച്ചു മാറ്റും. അവരാദ്യം ഈ ചീഫ് എക്സിക്യൂട്ടീവിനെ ന്യൂട്രലൈസ് ചെയ്യാൻ നോക്കും. ന്യൂട്രലൈസ് എന്ന് പറഞ്ഞാൽ അയാളുടെ പേരിൽ അലിഗേഷൻ പറയും, അയാളെ പറ്റി വേറെ കുപ്രചരണങ്ങൾ പറയാം. അതൊക്കെ ഒരു സ്റ്റൈലാണ്. ഇതിലൊന്നും വരളാത്ത ആളാന്ന് കണ്ടാൽ പിന്നെ അവരടുത്ത ലെവലിൽ എന്നെ മാറ്റാൻ സ്വാധീനമുള്ളവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. താൻ KSRTC MD ആയിരുന്നപ്പോൾ പ്രൈവറ്റ് ബസ് ഉടമകൾ അസ്വസ്ഥരായിരുന്നുവെന്നും തച്ചങ്കരി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. KSRTC ദിവസ വരുമാനത്തിൽ വന്നിടിവ്. കഴിഞ്ഞ മാസം 8.5 കോടി രൂപ വരെ കളക്ഷൻ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ വരുമാനം 6 കോടി രൂപയ്ക്കും താഴെയാണ്. ടോമിൻ ജെ തച്ചങ്കരി MD സ്ഥാനം ഒഴിഞ്ഞ ശേഷമുള്ള കഴിഞ്ഞ 3 ദിവസത്തെ കളക്ഷനും വലിയ കുറവാണ് ഉണ്ടായത്. കഴിഞ്ഞ മാസം 7-ാം തീയതിയാണ് KSRTCയുടെ വരുമാനം ആദ്യമായി 8.5 കോടി രൂപ കടന്നത്. എന്നാൽ മണ്ഡലകാലം അവസാനിച്ച കഴിഞ്ഞ മാസം 20-ാം തീയതി മുതൽ തന്നെ വരുമാനം ഇടിഞ്ഞു തുടങ്ങി. കഴിഞ്ഞ 5 ദിവസവും 6 കോടി രൂപയിൽ താഴെയാണ് കളക്ഷൻ. മണ്ഡലകാലത്തിന് ശേഷം ജനുവരി 28-ന് മാത്രമാണ് കളക്ഷൻ 7 കോടി രൂപയിലെത്തിയത്. മണ്ഡലകാലത്തിന് ശേഷമുള്ള ദിവസ വരുമാന കണക്ക് ഇങ്ങനെ. കഴിഞ്ഞ മാസം 31-നാണ് ടോമിൻ ജെ തച്ചങ്കരി സ്ഥാനമൊഴിയുന്നത്. അതിനുശേഷമുള്ള 3 ദിവസത്തെ വരുമാനത്തിലും വലിയ ഇടിവുണ്ടായി. വരുമാനക്കുറവുണ്ടായെന്നും വർദ്ധിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് ഓപ്പറേഷണൽ ഡെപ്യൂട്ടി ജനറൽ മാനേജർ സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. സർവീസ് നടത്തിപ്പിലെ അപാകതയാണ് വരുമാനം കുറയാൻ കാരണമെന്നാണ് കണക്കാക്കുന്നത്. അതിനാൽ സർവീസ് റദ്ദു ചെയ്യുന്നത് ഒഴിവാക്കണമെന്നും വരുമാനമുള്ള ഷെഡ്യൂളുകൾ പരമാവധി പ്രവർത്തിപ്പിക്കണമെന്നും സർക്കുലറിൽ പറയുന്നു. ഇതോടൊപ്പം നേരത്തെ നൽകിയിട്ടുള്ള ഡിപ്പോ ടാർഗറ്റ് പാലിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ഗതാഗത മന്ത്രിയുമായുള്ള എംപാനൽ ജീവനക്കാരുടെ ചർച്ചയിൽ തീരുമാനമായില്ല. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടരുമെന്ന് എംപാനൽ ജീവനക്കാർ വ്യക്തമാക്കി. അപ്പോൾ ഗവൺമെന്റ് വളരെ അനുഭാവപൂർവ്വം ഇതിൽ ചില നിയമപ്രശ്നങ്ങൾ വരുന്നുണ്ട്. ആ നിയമപ്രശ്നങ്ങളോടെ പരിഹരിച്ച് ഞങ്ങളെ എല്ലാവരെയും തിരിച്ചെടുക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അപ്പോൾ അതിൽ ചെറിയ നിയമപരമായിട്ടുള്ള ചില കാര്യങ്ങളും കൂടെ അന്വേഷിക്കേണ്ടതുള്ളതുകൊണ്ട് ചർച്ച വളരെ ആശാവഹമാണ്. താൽക്കാലിക ജീവനക്കാരെ സംബന്ധിച്ചോളം വളരെ ആശാവഹമായ ചർച്ചയാണ് ഇന്ന് നടന്നിട്ടുള്ളത്. ഗവൺമെന്റ് വളരെ അനുഭാവപൂർവ്വം ഈ പ്രശ്നം പരിഹരിക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ചർച്ചയുടെ ഭാഗമായിട്ട് പറയാനുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്തും ചേർന്നു. ഉമേഷ്, ചർച്ച ആശാവഹമായിരുന്നു എന്ന് യൂണിയൻ ഭാരവാഹികൾ അല്ലെങ്കിൽ സമരം ചെയ്യുന്നവരുടെ പ്രതിനിധികൾ പറയുമ്പോഴും തീരുമാനമാകാതിരുന്നത് എന്തുകൊണ്ടാണ് ചർച്ചയിൽ?
ഇന്ന് കാര്യമായ തീരുമാനങ്ങളൊന്നും ചർച്ചയിലുണ്ടായില്ല. ഏകദേശം 1.5 മണിക്കൂറിലധികം ചർച്ച നീണ്ടുനിന്നു. പക്ഷേ എംപാനൽ ജീവനക്കാരുടെ പ്രതിനിധികൾ പറഞ്ഞതുപോലെ ഇതിൽ നിയമപരമായ ചില പ്രശ്നങ്ങളുണ്ട്. ഹൈക്കോടതി ഇവരുടെ ഹർജി തള്ളിയ സാഹചര്യത്തിൽ സർക്കാരിന് ഇവരെ നേരിട്ട് സ്ഥിരപ്പെടുത്താനോ അല്ലെങ്കിൽ നേരിട്ട് ജോലി നൽകാനോ കഴിയില്ല. ഈ സാഹചര്യത്തിൽ നിയമവശങ്ങൾ കൂടി പരിശോധിച്ച് മുഖ്യമന്ത്രി ഇടപെട്ട് പരിഹാരം ഉണ്ടാക്കാം എന്നുള്ള ഉറപ്പാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഗതാഗത മന്ത്രി ഇപ്പോൾ ഇവർക്ക് നൽകിയിരിക്കുന്നത്. ഇതിനായി വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയുമായി അടക്കം ചർച്ച തുടരുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തീരുമാനമാകാത്ത സാഹചര്യത്തിൽ സമരവും തുടരും. ചർച്ചയിൽ തീരുമാനമായില്ല. എംപാനൽ ജീവനക്കാരുടെ സമരം തുടരും. ശബരിമല സ്ത്രീ പ്രവേശന വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികൾ സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ച് നാളെ പരിഗണിക്കും. തന്ത്രി കണ്ഠര് രാജീവ് നൽകിയ പുനഃപരിശോധനാ ഹർജിയിൽ കക്ഷി ചേരാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് 4 സ്ത്രീകൾ സുപ്രീംകോടതിയെ സമീപിച്ചു. യുവതി പ്രവേശനത്തിന് ശേഷം ശുദ്ധിക്രിയ നടത്തിയ തന്ത്രിയുടെ നടപടിക്കെതിരായ കോടതിയലക്ഷ്യ ഹർജി ലിസ്റ്റ് ചെയ്യാൻ ചീഫ് ജസ്റ്റിസ് വിസമ്മതിച്ചു. കോടതിയലക്ഷ്യ ഹർജി കേൾക്കണമെന്നാവശ്യപ്പെട്ട അഭിഭാഷകനോട് നാളെ കോടതിയിൽ ഹാജരായിരിക്കാൻ ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിച്ചിട്ടുമുണ്ട്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 5-അംഗ ബെഞ്ചാണ് ശബരിമല പുനഃപരിശോധനാ ഹർജികളിൽ നിർണായക വാദം കേൾക്കുക. സെപ്റ്റംബർ 28 വിധി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് തന്ത്രിയും അയ്യപ്പ ഭക്തരും സംഘടനകളും നൽകിയ 54 ഹർജികളാണ് പരിഗണനയിൽ. മുൻ അറ്റോർണി ജനറൽ കെ പരാശരൻ, മോഹൻ പരാശരൻ, വി ഗിരി, ശ്യാം ദിവാൻ തുടങ്ങി മുതിർന്ന അഭിഭാഷകരുടെ നീണ്ട നിര തന്നെ കോടതിയിൽ ഹാജരാകും. പുനഃപരിശോധനാ ഹർജികളിൽ കക്ഷി ചേരാനായി ശബരിമലയിൽ ദർശനം നടത്തിയ ബിന്ദുവും കനകദുർഗയുമടക്കം 4 പേർ കോടതിയെ സമീപിച്ചു. അടുത്ത മാസം നട തുറക്കുമ്പോൾ ശബരിമല ദർശനത്തിന് അവസരമൊരുക്കണമെന്നും അപേക്ഷയിൽ ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പുനഃപരിശോധനാ ഹർജി അനുവദിക്കരുത്, ക്ഷേത്രത്തിൽ ശുദ്ധിക്രിയ നടത്തിയ തന്ത്രിയുടെ നടപടി കോടതിയെ ലക്ഷ്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ഹർജികൾ നാളെ പരിഗണിക്കണമെന്ന് അഭിഭാഷകൻ പി.വി. ദിനേശ് ഇന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടു. പുനഃപരിശോധനാ ഹർജി പരിഗണിക്കുമ്പോൾ കോടതിയിൽ ഹാജരാകാനായിരുന്നു അഭിഭാഷകനോട് ചീഫ് ജസ്റ്റിസിന്റെ നിർദ്ദേശം. അതേസമയം ശബരിമലയിൽ യുവതികൾ പ്രവേശിച്ചതിനാൽ സുപ്രീംകോടതി വിധി നടപ്പായതായി സർക്കാർ അറിയിക്കും. വിവാദമായ 51 പേരുടെ പട്ടിക തിരുത്തി 17 ആക്കിയെങ്കിലും ഇത് സമർപ്പിക്കുമോ എന്ന് വ്യക്തതയില്ല. വിധി പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചാൽ കക്ഷികൾക്ക് നോട്ടീസ് അയച്ച് തുടർവാദത്തിനുള്ള സമയക്രമം കോടതി നിശ്ചയിക്കും. മറിച്ചാണെങ്കിൽ ഹർജികൾ തള്ളും. വിഷയം കൂടുതൽ പരിശോധനയ്ക്കായി 7-അംഗ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിടുകയെന്നതാണ് കോടതിക്ക് മുന്നിലുള്ള മറ്റൊരു സാധ്യത. എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി. ശബരിമലയിൽ ശുദ്ധിക്രിയ നടത്തിയതുമായി ബന്ധപ്പെട്ട് തന്ത്രിയുടെ വിശദീകരണം ഔദ്യോഗികമായി തനിക്ക് ലഭിച്ചിട്ടില്ല എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ. തന്ത്രിയുടെ വിശദീകരണത്തിൽ തുടർ നടപടി ദേവസ്വം കമ്മീഷനുമായി ആലോചിച്ച് തീരുമാനിക്കും. തന്ത്രി ശുദ്ധിക്രിയ നടത്തിയത് ദേവസ്വം ബോർഡിന്റെ അനുമതിയോടെ അല്ല എന്നും എ പത്മകുമാർ പറഞ്ഞു. ശബരിമല ദർശനം നടത്തിയ കനകദുർഗയെ ഭർത്താവിന്റെ വീട്ടിൽ പ്രവേശിപ്പിക്കണമെന്ന് കോടതി ഉത്തരവ്. പുലാമന്തോൾ ഗ്രാമ ന്യായാലയമാണ് ഉത്തരവിട്ടത്. കഴിഞ്ഞ 2 ആഴ്ചയായി സർക്കാർ ആശ്രയ കേന്ദ്രത്തിലായിരുന്നു കനകദുർഗ കഴിഞ്ഞിരുന്നത്. വീട് മറ്റാർക്കെങ്കിലും വിൽക്കുകയോ കൈമാറ്റം ചെയ്യുകയോ ചെയ്യരുതെന്നും കോടതി നിർദ്ദേശിച്ചു. വിധിയിൽ സന്തോഷമുണ്ടെന്നും സാധിക്കുമെങ്കിൽ ഇന്ന് തന്നെ വീട്ടിൽ തിരികെ കയറുമെന്നും കനകദുർഗ വ്യക്തമാക്കി. വിധിക്കെതിരെ ജില്ലാ സെഷൻസ് കോടതിയിൽ അപ്പീൽ പോകുമെന്നായിരുന്നു ഭർത്താവ് കൃഷ്ണൻ ഉണ്ണിയുടെ അഭിഭാഷകന്റെ പ്രതികരണം. ശബരിമല യുവതീ പ്രവേശ വിഷയത്തിൽ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയ കേസിൽ നടൻ കൊല്ലം തുളസി കീഴടങ്ങി. ചവറ പോലീസ് സ്റ്റേഷനിൽ രാവിലെ 10 മണിയോടെയാണ് കീഴടങ്ങിയത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് കൊല്ലം തുളസിയെ ചവറ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിലാണ് കൊല്ലം തുളസി കീഴടങ്ങിയത്. ശബരിമലയിൽ വരാനിരിക്കുന്ന സ്ത്രീകളെ 2ആയി വലിച്ചുകീറി ഒരു ഭാഗം ഡൽഹിയിലേക്കും ഒരു ഭാഗം മുഖ്യമന്ത്രിയുടെ മുറിയിലേക്കും ഇട്ടുകൊടുക്കണമെന്നായിരുന്നു വിവാദ പരാമർശം. സർക്കാർ തോന്നുംപടി പോയപ്പോഴാണ് ആചാര സംരക്ഷണത്തിനായി ഭക്തർക്കൊപ്പം നിന്നതെന്ന് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. ശബരിമല വിഷയത്തിൽ NSSനെ വിമർശിക്കാൻ കോടിയേരി ബാലകൃഷ്ണന് ധാർമ്മിക അവകാശമില്ല. ആരുമായും നിഴൽ യുദ്ധത്തിനില്ല. ശബരിമല വിഷയത്തിൽ തിടുക്കം കാട്ടരുതെന്ന് മുഖ്യമന്ത്രിയോടും കോടിയേരി ബാലകൃഷ്ണനോടും നേരിട്ട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ പേരിൽ NSSനെതിരെ വാളോങ്ങാൻ കോടിയേരിക്കും അനുയായികൾക്കും ധാർമ്മിക അവകാശമില്ല എന്നും സുകുമാരൻ നായർ പറഞ്ഞു. NSS ശക്തമായ എതിർപ്പുമായി തുടരുമ്പോൾ ക്രിസ്ത്യൻ മുസ്ലിം സംഘടനകളെ ഉൾപ്പെടുത്തി നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി വിപുലീകരിച്ച സർക്കാർ. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരും മുസ്ലിം മതപണ്ഡിതരും പങ്കെടുത്തു. ഫെബ്രുവരി 15 മുൻപ് ജില്ലാതല നവോത്ഥാന സമിതികൾ രൂപീകരിക്കാനാണ് തീരുമാനം. CSI ദക്ഷിണ കേരള മഹായിടവക ബിഷപ്പ് ധർമ്മരാജ് റസാലം, ഓർത്തഡോക്സ് തിരുവനന്തപുരം ഭദ്രാസനാധ്യക്ഷൻ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ്, ലത്തീൻ സഭ വികാരി ജനറൽ യുജിൻ പെരേര തുടങ്ങിയവർ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടന്ന നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി യോഗത്തിൽ പങ്കെടുത്തു. ജമാഅത്തെ ഇസ്ലാമി, KNMന്റെ വിവിധ വിഭാഗങ്ങൾ, MES എന്നീ സംഘടനകളും ഇനി നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയുടെ ഭാഗമാണ്. സമിതിയുടെ 9-അംഗ സെക്രട്ടേറിയറ്റ്
ക്രിസ്ത്യൻ മുസ്ലിം സംഘടനാ പ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തി വിപുലീകരിക്കും. ഫെബ്രുവരി 15 മുൻപ് ജില്ലാതല സമിതികൾ രൂപീകരിക്കും. മാർച്ച് 10 മുതൽ 15 വരെ നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തി ജില്ലകളിൽ ബഹുജന കൂട്ടായ്മകൾ സംഘടിപ്പിക്കാനും തീരുമാനമായി. ജില്ലാതല സമിതികൾ ഫെബ്രുവരി മാസം 12 മുതൽ 15 വരെയുള്ള തീയതികളിൽ രൂപീകരിക്കും. മാർച്ച് 10 മുതൽ 15 വരെയുള്ള തീയതികളിൽ ജില്ലകളിൽ ബഹുജന കൂട്ടായ്മകൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. ഇന്നത്തെ യോഗത്തിൽ വിളിച്ചിട്ടില്ല, വരുന്നില്ല എന്ന് പറഞ്ഞു. ശബരിമല വിഷയത്തിൽ NSS തുറന്ന പോരിലേക്ക് നീങ്ങുമ്പോൾ സമിതിയിലൂടെ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളെ ഒപ്പം നിർത്തുന്നത് ഗുണം ചെയ്യുമെന്ന കണക്കുകൂട്ടലിലാണ് സർക്കാർ. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ സമിതിയുടെ പ്രവർത്തനത്തെ ബാധിക്കരുതെന്ന് യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. നവോത്ഥാന മൂല്യങ്ങൾക്ക് പ്രസക്തി നൽകി ഉന്നത വിദ്യാഭ്യാസ രംഗത്തടക്കം പാഠ്യപദ്ധതി പരിഷ്കരിക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. സഭയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനായി KCBC മാർഗരേഖ പുറത്തിറക്കി. ലൈംഗികാതിക്രമം ശ്രദ്ധയിൽപ്പെട്ടാൽ പോലീസിനെ അറിയിക്കാനും വൈദികർ അന്വേഷണവുമായി സഹകരിക്കാനും മാർഗരേഖ നിർദ്ദേശിക്കുന്നുണ്ട്. ബിഷപ്പ് ഉൾപ്പെടെയുള്ളവർ ലൈംഗിക പീഡന കേസുകളിൽപ്പെടുന്ന പശ്ചാത്തലത്തിലാണ് KCBC നീക്കം. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ ലൈംഗികാതിക്രമങ്ങളിൽ സഭാ നിയമപ്രകാരം കർശന നടപടി വേണം. അതിനൊപ്പം പരാതി പോലീസിനെയും അറിയിക്കണം. വൈദികർ ലൈംഗികാതിക്രമ കേസുകളിലെ പോലീസ് അന്വേഷണവുമായി സഹകരിക്കണം. പീഡനത്തിന് ഇരയാകുന്നവരോട് സഭയിലുള്ളവർ അനുഭാവപൂർവ്വമായി പെരുമാറണമെന്നും മാർഗരേഖ നിർദ്ദേശിക്കുന്നു. സാധാരണഗതിയിൽ മെത്രാൻമാർക്കാണ് ഇത്തരത്തിൽ മാർഗരേഖ നൽകാറുള്ളതെങ്കിലും ഇത്തവണ സഭയിലെ മുഴുവൻ വൈദികർക്കും ഒപ്പം വിശ്വാസികൾക്കും മാർഗരേഖ നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളതെന്നറിയുന്നു. കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമം പൊറുക്കാനാകാത്ത കുറ്റമായി കണക്കാക്കും. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ വൈദികർ ഒപ്പം താമസിപ്പിക്കരുത്. അവരുമായി ദീർഘദൂര യാത്ര പോവുകയോ വസ്ത്രങ്ങളില്ലാത്ത ദൃശ്യങ്ങൾ എടുക്കുകയോ പാടില്ലെന്ന് മാർഗരേഖ വ്യക്തമാക്കുന്നുണ്ട്. ലൈംഗികതയെ പ്രോത്സാഹിപ്പിക്കുന്ന തമാശകളിൽ നിന്ന് വൈദികരോട് വിട്ടുനിൽക്കാനും മാർഗരേഖ പറയുന്നു. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ അടക്കം ഉൾപ്പെട്ട ലൈംഗിക പീഡന പരാതികളുടെ പശ്ചാത്തലത്തിലാണ് കേരള കാത്തലിക് ബിഷപ്പ് കൌൺസിലിന്റെ നടപടി. ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി. വയനാട്ടിൽ ആദിവാസി പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ കോൺഗ്രസ് നേതാവ് OM ജോർജ് കീഴടങ്ങി. ഇന്ന് രാവിലെ മാനന്തവാടി SMS ഡിവൈഎസ്പി ഓഫീസിലാണ് കീഴടങ്ങിയത്. DCC മുൻ ജനറൽ സെക്രട്ടറിയും സുൽത്താൻ ബത്തേരി പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു OM ജോർജ്. പ്രായപൂർത്തിയാകാത്ത ആദിവാസി പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് DCC മുൻ ജനറൽ സെക്രട്ടറി OM ജോർജ് കീഴടങ്ങിയത്. മാതാപിതാക്കളോടൊപ്പം വീട്ടിൽ ജോലിക്ക് വന്ന പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്നാണ് പരാതി. പീഡന വിവരം പുറത്തു പറയാതിരിക്കാൻ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പെൺകുട്ടിയെ ജോർജ് ഫോണിൽ വിളിച്ചപ്പോൾ സംശയം തോന്നിയ രക്ഷിതാക്കൾ ചൈൽഡ് ലൈനിൽ അറിയിക്കുകയായിരുന്നു. 1.5 വർഷമായി ലൈംഗിക അതിക്രമം നടക്കുന്നുണ്ടെന്ന് പെൺകുട്ടി മൊഴി നൽകി. പ്രായപൂർത്തിയാകാത്തവർക്കെതിരെയുള്ള ലൈംഗിക അതിക്രമത്തിന് പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരവും ആദിവാസി പീഡന നിരോധന നിയമപ്രകാരവുമാണ് കേസ്. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച പെൺകുട്ടി ഇപ്പോൾ ചൈൽഡ് ലൈനിന്റെ സംരക്ഷണയിലാണ്. കേസിന്റെ പശ്ചാത്തലത്തിൽ OM ജോർജിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ന്യൂസ് 18 വയനാട്. പ്രളയ ദുരിതാശ്വാസത്തിന് കേരളത്തിന് വീണ്ടും വൻ തുകയുടെ ബില്ലയച്ച് കേന്ദ്ര സർക്കാർ. 102 കോടി രൂപയുടെ കണക്കുകൾ കേന്ദ്ര സർക്കാർ കേരളത്തിന് അയച്ചു. രക്ഷാ ഹെലികോപ്റ്ററുകൾ അയച്ചതു മുതൽ വ്യക്തികളെ എയർലിഫ്റ്റ് ചെയ്തതിന്റെ ചെലവ് വരെയാണ് കേന്ദ്രം നൽകിയിരിക്കുന്നത്. കണക്ക് പരിശോധിച്ച ശേഷം റീഇംബേഴ്സ് ആവശ്യമായി കേരളത്തിന് കേന്ദ്രത്തെ സമീപിക്കാമെന്നും മന്ത്രി പറഞ്ഞു. രാജ്യസഭയിൽ പ്രതിരോധ സഹമന്ത്രി സുഭാഷ് ബാംറെ നൽകിയ മറുപടിയിലാണ് കേരളത്തിന് 102 കോടിയുടെ ബില്ല് നൽകിയ കാര്യം അറിയിച്ചത്. എളമരം കരീമിന്റെ ചോദ്യത്തിന് മറുപടിയായാണ് മന്ത്രി കേരളത്തിന്റെ പ്രളയ ദുരിതാശ്വാസ തുകയുടെ ബില്ല് വിവരങ്ങൾ വെളിപ്പെടുത്തിയത്. 4000-ലേറെ ആളുകളെ രക്ഷിച്ച ഇനത്തിൽ വ്യോമസേനയുടെ വിമാനങ്ങൾക്കും ഹെലികോപ്റ്ററുകൾക്കും വന്ന ചെലവാണ് 102 കോടി. അവശ്യ സാധനങ്ങൾ ആകാശമാർഗം കൊണ്ടുപോയതിന്റെ തുകയും ഇതിൽ ഉൾപ്പെടും. കരസേനയടക്കം മറ്റു സേനകൾക്കുണ്ടായ ചെലവിന്റെ കൂടുതൽ ബില്ലുകൾ തയ്യാറാക്കി വരികയാണെന്നും പ്രതിരോധ സഹമന്ത്രി പറഞ്ഞു. കണക്കുകൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം റീഇംബേഴ്സ് ആവശ്യവുമായി കേരളത്തിന് കേന്ദ്രത്തെ സമീപിക്കാമെന്ന് മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനങ്ങൾക്ക് സായുധ സേനകൾ ദുരിതാശ്വാസ രക്ഷാസഹായം നൽകുമ്പോൾ അതിന്റെ ബില്ലയക്കുന്നത് പതിവാണെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. BJP അടുത്തൊന്നും കേരളത്തിൽ ഭരണം പിടിക്കുകയില്ലെന്ന് O രാജഗോപാൽ MLA. നിയമസഭയിൽ ധനവിനിയോഗ ബില്ലിന്റെ ചർച്ചയ്ക്കിടെയായിരുന്നു BJP MLA ഇക്കാര്യം പറഞ്ഞത്. കേരളത്തിലെ BJP അല്ല ഭരിക്കുന്നത്, ഭരിച്ചിട്ടുമില്ല, അടുത്തൊന്നും വരാനുള്ള സാധ്യത കാണുന്നില്ല. ഒരു സെൽഫി ഫോട്ടോയാണ് ഇപ്പോൾ ഇന്ത്യൻ സോഷ്യൽ മീഡിയയിലെ ചൂടുള്ള ചർച്ച. അനുപം ഖേർ മുതൽ അമിതാഭ് ബച്ചൻ വരെ അഭിപ്രായം പറഞ്ഞതോടെ ചെരുപ്പ് സെൽഫി ശരിക്കും വൈറലായി. എന്നിട്ടും ആ ഫോട്ടോഗ്രാഫർ മാത്രം അജ്ഞാതനായി തുടരുന്നു.
ചപ്പൽ മൊബൈലാക്കിയ ഈ കുട്ടികളാണ് ഇപ്പോൾ ചൂടുള്ള ചർച്ച. ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ നിഷ്കളങ്ക കുസൃതി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. ബോമൻ ഇറാനി, അനുപം ഖേർ, അതുൽ കസ്ബേക്കർ തുടങ്ങിയവരൊക്കെ ചിത്രം പങ്കുവച്ചു. കൂട്ടത്തിൽ അമിതാഭ് ബച്ചനു മാത്രം ചെറിയൊരു സംശയം. ചിത്രം ഫോട്ടോഷോപ്പ് കൃത്രിമമാണോ? ചപ്പൽ പിടിച്ച കുട്ടിയുടെ കൈപ്പത്തിക്ക് അസാധാരണ വലുപ്പം ഉണ്ടെന്നതാണ് സംശയത്തിന് കാരണം. ഇതോടെ ചർച്ച ചൂടായി. ചിത്രം ഫോട്ടോഷോപ്പ് അല്ലെന്നും തെളിവ് നിരത്തി ഫോട്ടോഗ്രാഫർമാരും ഫോട്ടോഷോപ്പ് വിദഗ്ധരും ബിഗ് ബിക്ക് മറുപടി നൽകി. ഇത്രയൊക്കെ ആയിട്ടും ഈ സെൽഫി ചിത്രത്തിലെ കുട്ടികളും അത് പകർത്തിയ ഫോട്ടോഗ്രാഫറും അജ്ഞാതരായി തുടരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. അറബ് ലോകത്ത് വിശ്വാസ ലക്ഷ്യങ്ങളെ ആശീർവദിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ. അബുദാബി സായിദ് സ്പോർട്സ് സിറ്റിയിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങിൽ 1.5 ലക്ഷത്തോളം പേർ പങ്കെടുത്തു. 3 ദിവസത്തെ UAE സന്ദർശനത്തിന് ശേഷം അദ്ദേഹം റോമിലേക്ക് മടങ്ങി. അറബ് ലോകത്തിന് ഇതൊരു അവിസ്മരണീയ നിമിഷമാണ്. ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷന്റെ മധ്യസ്ഥയിൽ ദിവ്യബലി. അബുദാബി സായിദ് സിറ്റിയിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങിൽ UAEയിൽ നിന്നും ഇതര അറബ് രാജ്യങ്ങളിൽ നിന്നുമായി 1.5 ലക്ഷത്തോളം പേരാണ് പങ്കെടുത്തത്. പ്രാദേശിക സമയം 10:00 പ്രാർത്ഥനാ ചടങ്ങുകൾ തുടങ്ങി. അബുദാബി സെന്റ് ജോസഫ് കത്തീഡ്രലിൽ വിശ്വാസികളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് പോപ്പ് ദിവ്യബലിയിൽ പങ്കെടുത്തത്. ഗൾഫിൽ മാർപ്പാപ്പ സന്ദർശിക്കുന്ന ആദ്യ ക്രൈസ്തവ ദേവാലയമാണ് സെന്റ് ജോസഫ് കത്തീഡ്രൽ. 1 മണിക്കൂറോളം അദ്ദേഹം ഇവിടെ വിശ്വാസികളുമായി സംവദിച്ചു. മൂന്ന് ദിവസത്തെ സന്ദർശന ശേഷം ഉച്ചയോടെയാണ് മാർപ്പാപ്പ റോമിലേക്ക് മടങ്ങിയത്. മതത്തിന്റെ പേരിലുള്ള അതിക്രമങ്ങൾ ന്യായീകരിക്കാനാവില്ലെന്നും ലോക സമാധാനത്തിന് കൈകോർക്കണമെന്നുമുള്ള സന്ദേശങ്ങൾ നൽകിയാണ് പോപ്പ് ഗൾഫിൽ നിന്നും മടങ്ങിയത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.